അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പരിപ്പ് പോലൊരു സാധനമുണ്ട്. വിക്സ് ഒന്നും ഇതിൻ്റെ അടുത്തും വരും. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് മാമ്പഴത്തുറയാർ റിസർവോയറിലാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നാറൂരിലോട്ട് പോകുമ്പോൾ വില്ലിക്കുറി എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ദേശീയപാതയിൽ നേരെ കുറുകയായിട്ട് ഒരു അക്വഡക്റ്റ് ഉണ്ട്. ആ അക്വഡക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ചെറിയ റോഡുണ്ട്. ആ റോഡ് നേരെ പോയാൽ മതി. ഇങ്ങനെ കുറേ സുന്ദരമായ സ്ഥലങ്ങൾ കാണാം. മേഘങ്ങൾ ഇറങ്ങി നിൽക്കുന്ന ഉയരം കുറഞ്ഞ മലകൾ, സൗന്ദര്യം തുളുമ്പുന്ന നെൽപ്പാടങ്ങൾ, അതുപോലെ വാഴത്തോട്ടങ്ങൾ, ഇങ്ങനെ കുറേ നല്ല അധികം കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മൾ ആ വഴി അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡാമിലെത്തും. ചെറിയൊരു ഡാമാണ്. ആ ഡാമിൻ്റെ പേരാണ് മാമ്പഴത്തുറയാർ റിസർവോയർ. എർത്ത് ഡാം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതൊരു എർത്ത് ഡാമാണ്. എർത്ത് ഡാം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഈ സിമെൻറ്റ് ആ വക കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ആ പരിസരത്ത് തന്നെ കിട്ടുന്ന ചെളി, മണ്ണ്, കല്ല്, ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് നിർമ്മിക്കുന്ന ഡാമിനെയാണ് എർത്ത് ഡാം എന്ന് വിളിക്കുന്നത്. വലിയ വലിപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു കുളത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ. അതുപോലെ ഈ ഡാമിന് വലിയ ഷട്ടർ മെക്കാനിസം ഒന്നുമില്ല. ഇപ്പം നമ്മൾ കാണുന്നില്ലേ വീഡിയോയിൽ, അങ്ങനത്തെ മെക്കാനിസം ഇതിലുള്ളൂ. ഇത് വാട്ടർ സ്ലോയിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഒരു സംവിധാനം. ചെറിയൊരു ഗ്രില്ല്, ചെറിയൊരു ഷട്ടർ പോലത്തെ സംഭവം. അപ്പം ആ വഴിയാണ് ഈ വെള്ളമൊക്കെ കൃഷികൾക്കൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് പ്രധാനമായിട്ട് കൃഷിക്ക് വേണ്ടിയുള്ള ഒരു ഡാമാണ്. ഇവിടുത്തെ മലനിരകൾ മരുതത്തൂർ മല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒഴുകി വരുന്ന നദിയാണ് ഈ മാമ്പഴത്തുറയാർ ഡാമിലോട്ട് പോകുന്നത്. മുൻപ് ഈ റിസർവോയറിന് ചുറ്റിയുള്ള വനത്തിൽ ഒരുപാട് വൈൽഡ് അനിമൽസൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുരങ്ങന്മാർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു വൈൽഡ് അനിമൽസ് ഇവിടെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഡാമിനെ ചുറ്റി കുറേ കരിങ്കൽ കോറികളുണ്ട്. അപ്പോൾ അവിടെ പാറ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട് ഒരു വൈൽഡ് അനിമൽസ് നിൽക്കാറില്ല. ഇവിടെ മുഴുവനും നല്ല സുന്ദരമായ കാഴ്ചകളാണ്. ഇവിടെ എല്ലാം ഉയരം കുറഞ്ഞ മലകളാണ്. പിന്നെ വളരെ ചെറിയൊരു റിസർവോയറാണ്. ഈ ഡാമിൻ്റെ അടുത്ത് എന്നെപ്പോലെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ്. അപ്പോൾ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ബോഡി മൂവ്മെൻറ്റ് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോഴേ ബോഡി ഒന്ന് റിഫ്രഷ് ആവുള്ളൂ. ഗൈസ്, ഇതിൻ്റെ പേര് തല്ലിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പരിപ്പ് പോലൊരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് കഴിക്കണം. കുറച്ച് ഭാഗം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അകത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഈ ബദാമിനെ പോലുള്ള ടേസ്റ്റാണ്. പാവങ്ങളുടെ ബദാം എന്ന് പറയാൻ വേണമെങ്കിൽ ഈ തല്ലിക്കായ. ഈ ഡാമിൻ്റെ അടുത്ത് ഇങ്ങനത്തെ നല്ല പച്ച വയൽ പാടങ്ങളാണ്. ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പം കാണാൻ പറ്റുന്നില്ല, ഭയങ്കര റെയറാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. ഇത് ഫുള്ളും ഈ പച്ച വയലുകളാണ്, പച്ച പാടങ്ങളാണ്. അടുത്ത അവിടെ നവരപ്പച്ചില നിൽക്കുന്നുണ്ട്, നമുക്ക് അത് നോക്കാം. ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, ഇതാണ് നവരപ്പച്ചില. അപ്പോൾ അതും ഇതിൻ്റെ നിന്നാണ്. ഈ ബെസ്റ്റ് സാധനമാണ് ഇത്. കഫത്തിന്, ചുമയ്ക്ക് ഇതിനൊക്കെ ബെസ്റ്റാണ്. നവരപ്പച്ചിലായിട്ട് ആവി പിടിക്കാം, അതുപോലെ ഇതിൻ്റെ ചാറെടുത്ത് കുടിക്കാം. ഇതിങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ തിരുമ്മി ശ്വസിക്കാം. വിക്സിനെക്കാട്ടിലും പല മടങ്ങ് പവർഫുള്ളാണിത്. ഇങ്ങനെ തിരുമ്മി ശ്വസിച്ചാൽ നല്ലതാണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഇത് ബെസ്റ്റ് മെഡിസിനാണ് ഈ നവരപ്പച്ചില.
വിക്സ് ഒന്നും ഇതിൻ്റെ അടുത്ത് വരില്ല. നമ്മളെ എല്ലാവരുടെ വീട്ടിലും നവരപ്പച്ചില മസ്റ്റായിട്ട് വേണ്ട ഒരു ഹെർബാണ്. ഓക്കെ, ഇതിന് ഞാങ്ങണ എന്ന് പറയും, മലയാളത്തിൽ ഞാങ്ങണ എന്ന് പറയും, അതുപോലെ തമിഴിൽ ഇത് നാണൽ എന്ന് പറയും. അപ്പോൾ ഇതിപ്പം കാണാൻ കിട്ടാറില്ല. ഇത് വയൽ വരുമ്പോഴത്തൊക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ റോപ്പ് ഉണ്ടാക്കാനും മാറ്റ് ഉണ്ടാക്കാനും അങ്ങനെ കുറേ പേപ്പർ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനം. അതുപോലെ പണ്ട് ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ കൂര കെട്ടാനൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇതെന്തോ മെഡിസിൻ പരമായിട്ട് എന്തോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സ്കിന്നിനും ഡൈജസ്റ്റീവ് ഇഷ്യൂസിനൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് പണ്ട് ആരോഗ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇതാണ്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഇത് കാണാൻ കിട്ടാറില്ല. പണ്ട് നമ്മുടെ വയലിലൊക്കെ ഒരുപാട് നിന്ന സാധനമാണ്. ഞാനിപ്പം കൊച്ചിലെ 5ലും 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഒരുപാട് നിന്ന സാധനമാണ്. ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നുണ്ട്. ഈ വയലിൻ്റെ ഓപ്പോസിറ്റായാണ് നിൽക്കുന്നത്. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ ഒരു സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ.